അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച പരിചയപ്പെടുത്തിയ 3 തരം അയൽവാസികളുണ്ട്. 3 തരം അയൽവാസികളാണ് ഒരാൾക്കുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകളിലൂടെ വളരെ കൃത്യമായി അവകളെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അയൽവാസി ഒരു ബാധ്യത മാത്രമുള്ള അയൽവാസി, അയൽപക്കം എന്ന ബാധ്യത മാത്രമുള്ള അയൽവാസി. അത് അവിശ്വാസിയായ അയൽവാസിയാണ്, മുസ്ലിമല്ലാത്ത വ്യക്തി. ആ വ്യക്തിയോട് നമുക്ക് അയൽപക്കം എന്ന നിലക്കുള്ള ഒരു ബാധ്യത മാത്രമാണ് അദ്ദേഹത്തോടുള്ളത്. അദ്ദേഹത്തോട് ഒരു ബാധ്യത മാത്രമാണ് നമുക്കുള്ളത്. രണ്ടാമത്തെ വിഭാഗം അയൽവാസികൾ 2 ബാധ്യതകളുള്ള അയൽവാസികളാണ്. അവർ മുസ്ലിങ്ങളായ അയൽവാസികളാണ്. അവരോട് 2 ബാധ്യതകളാണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തത് അയൽപക്കമെന്നുള്ള ബാധ്യത. ഒരു അയൽപക്കമാകുമ്പോൾ, ഒരു അയൽവാസിയാകുമ്പോൾ നാം പാലിക്കേണ്ട ബാധ്യതകൾ, ആ ബാധ്യതകൾ നാം പാലിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ബാധ്യത, അദ്ദേഹത്തോട് ചെയ്തു കൊടുക്കാനുള്ള രണ്ടാമത്തെ ബാധ്യത ഇസ്ലാമികമായിട്ടുള്ള ബാധ്യതകൾ. അപ്പോൾ നമ്മുടെ അയൽവാസി മുസ്ലിമായി കഴിഞ്ഞാൽ 2 ബാധ്യതകളാണ് അദ്ദേഹത്തോട് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളത്. ഒന്ന്, അയൽപക്കം എന്നുള്ളൊരു ബാധ്യത, അയൽവാസി പാലിക്കേണ്ട ഒരു ബാധ്യതകൾ. അതുപോലെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള ബാധ്യതകൾ. ഒരു മുസൽമാനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ. അദ്ദേഹം സലാം പറഞ്ഞാൽ സലാം അടക്കണം, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. അതുപോലെ ഒരു മുസ്ലിമിന് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കണം അതൊക്കെ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണം. അങ്ങനെ 2 ബാധ്യതകളാണ് മുസ്ലിമായ ഇസ്ലാമിക രീതിയിൽ ജീവിക്കുന്ന ഒരു അയൽവാസിയോട് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളത്. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, 2 വിഭാഗക്കാരെ നമ്മൾ പറഞ്ഞു, 2 വിഭാഗക്കാരായ അയൽവാസികളെ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ വിഭാഗം അവിശ്വാസിയായ അയൽവാസി. അദ്ദേഹത്തോട് നമുക്ക് അയൽപക്കം എന്നുള്ള ഒരു ബന്ധമാണ്, ഒരു ബാധ്യതയാണുള്ളത്. അയൽവാസിയാകുമ്പോൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കണം. രണ്ടാമത്തത് മുസ്ലിമായ അയൽവാസി. അദ്ദേഹത്തോട് നമുക്ക് 2 ബാധ്യതകളാണുള്ളത്. ഒന്ന്, അയൽപക്കവുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ, ഒരയൽവാസി പാലിക്കേണ്ട ബാധ്യതകൾ. രണ്ടാമത്തേത് ഇസ്ലാമികമായിട്ട് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ. മൂന്നാമത്തെ വിഭാഗം അയൽവാസികൾ എന്ന് പറയുന്നത് കുടുംബക്കാരായ അയൽവാസികൾ. ഈ കുടുംബക്കാരായ അയൽവാസികളോട് 3 ബാധ്യതകളാണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തേത് അയൽപക്കവുമായി ബന്ധപ്പെട്ട അയൽവാസി എന്ന നിലയ്ക്ക് നാം പാലിക്കേണ്ട മര്യാദകൾ. രണ്ടാമത്തേത് മുസൽമാനാണ് എന്ന നിലയ്ക്ക് നാം പരിഗണിക്കേണ്ട ബാധ്യതകൾ, ഇസ്ലാമികമായി അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ. മൂന്നാമത്തേത് കുടുംബം, അദ്ദേഹം നമ്മുടെ കുടുംബമാണ്. അപ്പോൾ ഒരു കുടുംബക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ എന്തൊക്കെയാണ്? ആ ബാധ്യതകൾ നാം കൂടുതൽ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണം. അപ്പോൾ നമ്മുടെ അയൽവാസി ഒരു കുടുംബക്കാരനാകുമ്പോൾ നമുക്ക് ബാധ്യത കൂടുകയാണ്, നമ്മുടെ ഉത്തരവാദിത്തം കൂടുകയാണ്. അദ്ദേഹം നമ്മുടെ കുടുംബക്കാരനാണ്. അപ്പോൾ നമ്മൾ സഹായിക്കുമ്പോൾ നമ്മിലെ കുടുംബത്തിലെ പാവപ്പെട്ടവരെയാണ് നാം ആദ്യം സഹായിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കുടുംബക്കാരനായ അയൽവാസികളോട് നമുക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. അയൽവാസികൾ 3 രീതിയിലാണ് അയൽവാസികളുള്ളത്. അവർക്ക് ചെയ്തു കൊടുക്കേണ്ട അവകാശങ്ങൾ, കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കണം. അക്രിം ജാറക വലൗകാന കാഫിറ, നിൻ്റെ അയൽവാസി കാഫിറാണെങ്കിൽ പോലും അവനെ നീ ബഹുമാനിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും.